ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐബ്രോ ഷേപ്പിംഗ് റൊട്ടീനാട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. ബേസിക്കലി ഇതൊരു ഈസി മെത്തേഡാണ്. അതുപോലെ തന്നെ നമുക്കൊന്ന് പെട്ടെന്ന് പുറത്ത് പോകണം അല്ലെങ്കിൽ ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പാർലറിൽ പോയി ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്തെടുക്കാനാണ് കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പാർലറിൽ പോയി ത്രെഡ് ചെയ്യാൻ നിർത്താൻ പെയിനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേഷ്യൽ റൈസർ ആണ് കേട്ടോ. ഇത് ആമസോണിൽ നിന്നും അതുപോലെ മീഷോയിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ രണ്ടാമതായിട്ട് വേണ്ടത് ഒരു സ്പൂളി ബ്രഷ് ആണ്. നമ്മുടെ പിരികൊന്ന് ഷേപ്പായിട്ടൊക്കെ വെക്കാൻ ഒരു സ്പൂളി ബ്രഷ് വേണം. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് ഒരു കത്രികയാണ്. നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് ഒതുക്കാൻ വേണ്ടി ഒരു കത്രിക വേണം. അതുപോലെ തന്നെ ഒരു മോയ്സ്ചറൈസർ ക്രീം വേണം. അലോവേറ ജെൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. അത് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ മതി. ഞാനൊരു മോയ്സ്ചറൈസർ ക്രീം പറ്റുന്നുണ്ട് കേട്ടോ. അത് വേണ്ടി സ്പൂളി ബ്രഷ് കൊണ്ട് എടുക്കണം. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് ഇങ്ങനെയിട്ട് ഉരക്കാൻ നിൽക്കരുത്, അവിടെ മുറിയാൻ ചാൻസ് ഉണ്ട്. പിന്നെ റേസേഴ്സ് അത്യാവശ്യം നല്ല ബ്രാൻഡിന്റെ നോക്കി വാങ്ങിക്കുക. ഇപ്പൊ കണ്ടോ, താഴത്തെല്ലാം ഞാൻ എടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ മേളിലേക്ക് ഇതാക്കിയില്ല, അതുപോലെ തന്നെ താഴത്തോട്ടാക്കുക. താഴത്തോട്ടാക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിക്കാൻ വേണ്ടി എനിക്കങ്ങനെ ഒരുപാട് കട്ടി കുറക്കുന്ന ഇഷ്ടമല്ല. അതുപോലെ തന്നെ സെൻറ്ററിൽ എടുക്കുന്നത് ഒരു സൈഡ് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഒന്നിത് മേലോട്ട് പൊക്കി കൊടുത്തിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ചിലർക്ക് ചെയ്താൽ അത് ശരിയാവില്ല എന്ന് ഉറപ്പുള്ളവർ ചെയ്യാതിരിക്കുക കേട്ടോ. പിന്നെ പതിയെ പതിയെ നമ്മൾ രണ്ട് പിരിയത്തിൻ്റെ ഷേപ്പ് ഒരേപോലെയാണെന്ന് നോക്കിയിട്ട് എടുക്കുക. എൻ്റെ ഷേപ്പ് എന്ന് വെച്ചാൽ ഈ പിരികം ഈ പിരിയത്തിന് വെച്ച് വ്യത്യാസമുണ്ട്. കാരണം ഈ ഒരു ഭാഗത്ത് ഇവിടെ കറക്റ്റായിട്ടാണ്, പക്ഷെ എനിക്ക് അതുപോലെയല്ല. ഇവിടെ കുറച്ച് ഹെയർസ് അവിടെ കുറവാണ്. പിന്നെ ഈ ഒരു ഭാഗം മിക്കവരുടെയും വ്യത്യാസം ഉണ്ടാവും, എൻ്റെയും വ്യത്യാസം ഉള്ളതാണ്. എന്നാലും ഞാനത് നോക്കി നോക്കി എടുക്കാറുള്ളൂ. ഇവിടെ പിമ്പിൾസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാതിരിക്കുക. ഞാൻ ഇവിടുന്ന് അധികം ഒന്നും എടുത്തിട്ടില്ല, എനിക്ക് ഇവിടെ പിമ്പിൾസ് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചത്. അതുപോലെ തന്നെ ബിഗിനേഴ്സിനൊക്കെ പറ്റിയ ഒരു മെത്തേഡാണ്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ടേക്ക് കെയർ, ബൈ, ടാറ്റാ.